ആൾക്കാർക്കൊന്നൊരു വൈബില്ലല്ല. എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് കൊടുക്കുക. ചേച്ചിയെ 2 ലിറ്റർ മണ്ണെണ്ണ വേണം. ചെറിയൊരു പരിപാടി ഉണ്ട്. പെട്രോൾ പമ്പും ബസ് സ്റ്റാൻഡൊക്കെ തീടാ. അയവാ എടാ അറിഞ്ഞാ ആ സൈക്കോസിലേമ ഗ്യാസ് ഏജൻസിക്ക് തീട്ടിങ്ങനെ എന്തിനാന്ന് വെച്ചപ്പോ പറയാ ആൾക്കാരൊന്നും എന്റർടൈൻമെന്റ് ആക്കാൻ. നാട്ടുകാരെ, നാട്ടിൽ സൈക്കോ സുലൈമാൻ ഇറങ്ങിയിട്ടുണ്ട്. ആ സുലൈമാന്റെ അല്ല വിളിച്ചു പറഞ്ഞു. എല്ലാവരും അതീവ ജാഗ്രത പാലിക്കുക. എടാ സുലൈമാനെ ഇടുവാ. എന്തിനാണ് സുലൈമാനെ ചെയ്യുന്ന ആൾക്കാരെ ഉപദ്രവിക്കുന്നത്? ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ സഖാവേ? എന്റെ പരാതി പറയാൻ വന്നവരൊക്കെ ആളെണ്ണം കുറവാണല്ലോ സഖാവേ. പരാതി പറയാണ്. സഖാവേ എന്റെ പെങ്ങളെ പൊന്നു പോലെ നോക്കാന്ന് പറയണി നാരിക്ക് എന്റെ പെങ്ങളെ കിടിച്ചു കൊടുത്ത്. എടി നാരെന്താ കാട്ടിന്നൊരു സഖാവേ. അവന്റെ പെങ്ങളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു. പൊന്നാകുമ്പോ പൈസക്ക് ആവശ്യം വന്നാൽ കൊണ്ടുപോയി പണയം വെക്കും. ഞാൻ പണയം വെച്ച്. എന്താ സുലൈമാൻ എനിക്കത് ഭ്രാന്തുണ്ടോ? ഇതൊക്കെ ഒരു അരല്ലേ സഖാവേ? സഖാവേ ഈ തെണ്ടുകാരനെ കല്യാണം മുടങ്ങി. ഞാൻ കല്യാണം മുടക്കിയിട്ടൊന്നുമില്ല. പായസ ചെമ്പ് തുറന്നപ്പോ അതിൽ ഉറുമ്പുള്ള പായസം കുടിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ അതിൽ ലേശം 2 കിലോ ചാക്ക് ഉറുമ്പ് പൊടി വാങ്ങി അങ്ങ് കലക്കി. പോയിക്കോ പോടാ. ഈസ് എ ബ്രില്യൻ സൈക്കോ. ചെറിയ വട്ടൊന്നുമല്ല അവന്. പെട്രോൾ പമ്പ് തീട ഭാര്യനെ പണയം വെക്കുക വല്ലാത്തൊരു കഷ്ടം തന്നെ. ഒരു 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധി എല്ലാവരും. അടുത്ത ടാർഗറ്റ് സഖാവിന്റെ വീട്.